നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി ഷാജു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മൂന്നാം അനുസ്മരണവുമായി ചേർപ്പ് മേഖലയിൽ കോൺഗ്രസ് പ്രവർത്തകർ. വിവിധ മണ്ഡലം കമ്മിറ്റികളാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചേർപ്പ് യൂണിറ്റ് യൂത്ത് വിംഗിന്റെ ആഭിമുഖ്യത്തിൽ ഫ്ലഡ് ലൈറ്റ് ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിച്ചു. പ്രദീപിന്റെ സ്മരണയിൽ ചേർപ്പ് മഹാത്മാ മൈതാനിയിലായിരുന്നു ഷൂട്ടൌട്ട് മത്സരം. ഇരിങ്ങാലക്കുട ITU അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിൽ നിക്ഷേപകരുടെ പ്രതിഷേധം. കൈക്കുഞ്ഞുങ്ങളായി എത്തിയവരും വയോധികരും ഉൾപ്പെടെ നൂറുകണക്കിന് നിക്ഷേപകരാണ് പ്രതിഷേധവുമായി എത്തിയത്. വാർത്തകൾ വിശദമായി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മൂന്നാം അനുസ്മരണ യോഗം ചേർപ്പിൽ നടന്നു. കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചത്. DCC ജനറൽ സെക്രട്ടറിയും ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ സിജോ ജോർജ് അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് VN ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. CR പ്രസാദ്, VB സുര, P സന്ദീപ്, IA വിൻസെന്റ്, CV ലോഹിതാക്ഷൻ, VN സുരേഷ്, സന്തോഷ്, രാധാകൃഷ്ണൻ, VB രാജൻ, സോണി എന്നിവർ സംസാരിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചേർപ്പ് യൂണിറ്റ് യൂത്ത് വിംഗിന്റെ ആഭിമുഖ്യത്തിൽ ഫ്ലഡ് ലൈറ്റ് ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിച്ചു. പ്രദീപിന്റെ സ്മരണയിൽ ചേർപ്പ് മഹാത്മാ മൈതാനിയിലായിരുന്നു ഷൂട്ടൌട്ട് മത്സരം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് പ്രതീഷ് പോൾ മത്സരം ഉദ്ഘാടനം ചെയ്തു. ഈ ലോകം മുഴുവൻ ഫുട്ബോളിന്റെ ചൂടിലും ആവേശത്തിലുമുള്ള ഈ സമയത്ത് ചേർപ്പ് യൂണിറ്റ് യൂത്ത് വിംഗിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെയൊരു ഫുട്ബോൾ ഷൂട്ടൌട്ട് നടത്തുന്നു എന്നുള്ളത് വലിയ അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യമാണ്. വ്യാപാരികൾ വ്യാപാരം ചെയ്യുന്നതിന് വേണ്ടി മാത്രമല്ല, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സാമൂഹ്യ, സാംസ്കാരിക, കായിക, കലാരംഗങ്ങളിൽ തികച്ചും മാതൃകാപരമായ രീതിയിൽ പ്രവർത്തിക്കുന്നവരാണ് വ്യാപാരി സമൂഹം. നമുക്കറിയാം, ഒട്ടനവധി മേഖലകളിൽ വ്യാപാരികൾ സമൂഹത്തിന് മാതൃകയാകാവുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു വരുന്നവരാണ്. പ്രത്യേകിച്ച് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലെല്ലാം വ്യാപാരികളുടെ സാന്നിധ്യമുണ്ട്. ഇന്നിവിടെ കായിക രംഗത്ത് യുവാക്കൾക്ക് ഏറ്റവും ഹരമായ കായിക വിനോദം എന്ന രീതിയിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ കായിക പ്രേമികളുള്ള ഫുട്ബോൾ ഷൂട്ടൌട്ട്, ഫുട്ബോളിനോട് അനുബന്ധിച്ച ഒരു ഫുട്ബോൾ ഷൂട്ടൌട്ടാണ് ഇവിടെ നടത്തുന്നത്. അതിലേറ്റവും ഹൃദയസ്പർശിയായി തോന്നിയത് നമ്മളോടൊപ്പം ഒട്ടനവധി വർഷം പ്രവർത്തിച്ച നമ്മളൊരു സഹപ്രവർത്തകൻ പ്രദീപിൻ്റെ സ്മരണാർത്ഥം കൂടി ഈ പ്രോഗ്രാം നടത്തുന്നു എന്നറിയുന്നതിൽ വലിയ സന്തോഷവും അഭിമാനവും തോന്നുകയാണ്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റും യൂണിറ്റ് പ്രസിഡന്റുമായ KK ഭാഗ്യനാഥൻ, നാട്ടിക നിയോജക മണ്ഡലം യൂത്ത് വിംഗ് ചെയർമാൻ താജുദ്ദീൻ കാവുങ്ങൽ, യൂണിറ്റ് ജനറൽ സെക്രട്ടറി P അരുൺ, ട്രഷറർ KK മോഹനൻ, വനിതാ വിംഗ് ചെയർപേഴ്സൺ ഷീല പ്രേംരാജ്, യൂണിറ്റ് യൂത്ത് വിംഗ് പ്രസിഡന്റ് രതീഷ്, സെക്രട്ടറി ശരത് ഗോപി, ട്രഷറർ സിനോയ് എന്നിവർ സംസാരിച്ചു. വാശിയേറിയ ഷൂട്ടൌട്ട് മത്സരത്തിൽ തലോർ സ്കൈവിഷൻ 1ാം സ്ഥാനവും ലിബർട്ടി മാവിൻചുവട് 2ാം സ്ഥാനവും കരസ്ഥമാക്കി. ഇരിങ്ങാലക്കുട ITU അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിൽ നിക്ഷേപകരുടെ പ്രതിഷേധം. കൈക്കുഞ്ഞുങ്ങളുമായി എത്തിയവരും വയോധികരും ഉൾപ്പെടെ നൂറുകണക്കിന് നിക്ഷേപകരാണ് പ്രതിഷേധവുമായി എത്തിയത്. ITU ബാങ്കിന്റെ വിവിധ ശാഖകളിലായി നിക്ഷേപമടക്കമുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്തി കാലാവധി പൂർത്തിയാക്കിയിട്ടും പണം ലഭിക്കാത്ത നിക്ഷേപകരാണ് ഇരിങ്ങാലക്കുട ITU അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിലെത്തി പ്രതിഷേധിച്ചത്. നിക്ഷേപകരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ ആഹ്വാനപ്രകാരമാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ബാങ്കിന് മുന്നിൽ പ്രതിഷേധത്തിനായി മൈക്കിന് അനുമതി നൽകിയ പോലീസ് പിന്നീടത് നിഷേധിച്ചു. ബാങ്കിന് മുന്നിൽ സംഘടിച്ചാൽ ഭാരവാഹികൾക്കെതിരെ അറസ്റ്റുണ്ടാകുമെന്ന് പോലീസ് അറിയിച്ചതോടെ പ്രതിഷേധയോഗം ബാങ്കിന് മുകളിലെ ഹാളിലേക്ക് മാറ്റി. ബന്ധപ്പെട്ട വിഷയം ശ്രദ്ധയിൽപ്പെടുത്താൻ അടുത്ത ദിവസം മുഖ്യമന്ത്രി VD സതീശനെ നേരിൽ കാണാൻ അനുമതി ലഭിച്ചതായി സംഘാടകർ അറിയിച്ചു. അവകാശങ്ങൾ നേടിയെടുക്കാനും നിക്ഷേപകരുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുമാണ് ഒത്തുകൂടൽ സംഘടിപ്പിച്ചതെന്നും സംഘാടകർ പറഞ്ഞു.
വായ്പ അനുവദിക്കുന്നതിലെ ഗുരുതര ക്രമക്കേടുകളാണ് ബാങ്ക് പ്രതിസന്ധിയിലാകാൻ പ്രധാന കാരണമെന്ന് നിക്ഷേപകർ ആരോപിച്ചു. അഡ്വക്കേറ്റ് ആന്റണി തെക്കേക്കര ബാങ്കിന്റെ തൽസ്ഥിതി വിവരം നിക്ഷേപകരോട് വിശദീകരിച്ചു. വായ്പാ ഇനത്തിൽ 370 കോടിയോളം രൂപയും നിഷ്ക്രിയ ആസ്തികളായി 353 കോടിയുടെ ബാധ്യതയുമാണ് ബാങ്കിനുള്ളത്. കഴിഞ്ഞയാഴ്ച ബാങ്ക് ഹെഡ് ഓഫീസിലെത്തിയ നിക്ഷേപകരോട് നിഷ്ക്രിയ ആസ്തികൾ വിറ്റാൽ മാത്രമേ പണം തിരികെ തരാനാകൂവെന്നാണ് അഡ്മിനിസ്ട്രേറ്റർ അറിയിച്ചത്. ബാങ്ക് മുൻ ചെയർമാൻ MP ജാക്സൺ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ വസ്തുതകൾക്ക് നിരക്കാത്തതാണ്. മുൻ ചെയർമാന് 2 കോടിയുടെ നിക്ഷേപമുണ്ട് എന്നടക്കം പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചെന്നും 1 ലക്ഷം രൂപയുടെ മാത്രം നിക്ഷേപമാണ് അദ്ദേഹത്തിന് ബാങ്കിലുള്ളതെന്നും നിക്ഷേപകർ പറഞ്ഞു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായ വിഷയത്തിൽ ഇടപെട്ട് പരിഹാരമുണ്ടാക്കിയാൽ മാത്രമാണ് നിക്ഷേപകരുടെ പണം തിരികെ ലഭിക്കുക. ബാങ്കിനെ മറ്റൊരു ദേശസാത്കൃത ബാങ്കുമായി യോജിപ്പിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും നിക്ഷേപകർ ആവശ്യപ്പെട്ടു. നിക്ഷേപകരുടെ വാട്സാപ്പ് കൂട്ടായ്മ ഭാരവാഹികളായ ബിബിൻ ജോണി, ലിയോ പി ആൻഡോ, പ്രിൻസ് മാത്യു ചക്കാലയ്ക്കൽ, മുരളി ചാലക്കുടി എന്നിവർ പ്രതിഷേധ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകി. കോൺഗ്രസ് ആവണിശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചു. KPCC ജനറൽ സെക്രട്ടറി KV ദാസൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ബഹുമാന്യനായ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറിന്റെ 3ാം ചരമവാർഷിക ദിനം ഇന്ന് കേരളമെമ്പാടും ആചരിക്കുകയാണ്. ആ സുദിനത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അയവിറക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ ഇന്ന് കാണുന്ന കുറെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിത്വമാണ് ശ്രീ ഉമ്മൻചാണ്ടി സാർ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരുപക്ഷെ കേരളം കണ്ടതിൽ 1957 മുതൽ കേരളത്തിന്റെ രൂപീകരണത്തിന് ശേഷം വന്ന മുഖ്യമന്ത്രിമാരിൽ എടുത്തു പറയേണ്ട ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് ശ്രീ ഉമ്മൻചാണ്ടി. സാധാരണ മുഖ്യമന്ത്രിമാരായി കഴിഞ്ഞാൽ ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ നടത്തും. ആ പ്രവർത്തനങ്ങളൊക്കെ ചിലപ്പോൾ ഭാഗികമായ രീതിയിലേക്കൊക്കെ വന്നു പോകാറുണ്ട്. പക്ഷെ ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കിന്ന് കേരളത്തിലെ താഴെത്തട്ടിലുള്ള പാവപ്പെട്ട ജനവിഭാഗങ്ങളുടെ ഒപ്പം നിർത്തിക്കൊണ്ട് അവരുടെ കൂടെ നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ശ്രീ ഉമ്മൻചാണ്ടി സാറിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായത്. നമുക്കറിയാം, ശ്രീ PS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലൊക്കെ ലോട്ടറിയെ കുംഭകോണത്തിന് വേണ്ടി ഉപയോഗിച്ചുവെങ്കിൽ ശ്രീ ഉമ്മൻചാണ്ടി അധികാരത്തിൽ വന്നപ്പോൾ ലോട്ടറി സാധാരണ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി എങ്ങനെ തിരിച്ചുവിടാം എന്ന് ആകുലമായി ചിന്തിച്ചതിന്റെ ഭാഗമായിട്ടാണ് കാരുണ്യ ലോട്ടറിയിൽ കൂടെ ഫണ്ട് ഉണ്ടാക്കി പാവപ്പെട്ട ജനങ്ങളുടെ ചികിത്സയ്ക്ക് വേണ്ടി ഫണ്ട് കണ്ടെത്തുന്ന ഒരു പ്രക്രിയയ്ക്ക് തുടക്കം കുറിച്ചത്. അനുസ്മരണ ചടങ്ങിൽ കോൺഗ്രസ് അവണിശ്ശേരി മണ്ഡലം പ്രസിഡന്റ് പ്രിയൻ പെരിഞ്ചേരി അധ്യക്ഷനായി. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസിലി ജോയ്, മെമ്പർമാരായ റൂബി ജോൺസൺ, ജീസൻ റപ്പായി, ജോയ് പയ്യപ്പിള്ളി, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രശ്മി പൈജു, കോൺഗ്രസ് ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികൾ, യൂത്ത് കോൺഗ്രസ് INTUC പ്രവർത്തകർ എന്നിവർ ഉമ്മൻചാണ്ടി അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്തു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 3ാം അനുസ്മരണ വാർഷികം വെങ്ങണിശ്ശേരിയിൽ സംഘടിപ്പിച്ചു. കോൺഗ്രസ് പാർലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു അനുസ്മരണ ചടങ്ങ് നടന്നത്. വെങ്ങണിശ്ശേരി സെന്ററിൽ ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചനയും സർവ്വമത പ്രാർത്ഥനയോടെയുമാണ് അനുസ്മരണം ഒരുക്കിയത്. കോൺഗ്രസ് പാർലം മണ്ഡലം പ്രസിഡന്റ് ടോണി ചെറിയത്ത് അധ്യക്ഷനായി. സന്തോഷ് സെൻ, PP ജിജോ, AP രാമകൃഷ്ണൻ, M സേതുമാധവൻ, CO ജോൺസൺ, ജനപ്രതിനിധികളായ ടോമി പെല്ലിശ്ശേരി, ജൂബി ചെറിയത്ത്, നിഖിൽ പള്ളിപ്പുറം, കോൺഗ്രസ് ബ്ലോക്ക് മണ്ഡലം നേതാക്കളായ AD ജോണി, AA റപ്പായി, CM ദേവസിക്കുട്ടി, A പ്രസാദ്, അരുൺ സൂര്യ, ഗോകുൽ, K ശിവശങ്കരൻ, മോഹൻദാസ് കൈലാത്ത്, പോൾ കുന്നൻ എന്നിവർ സംസാരിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 3ാം അനുസ്മരണം സംഘടിപ്പിച്ച ചേർപ്പ് പഞ്ചായത്ത് 6ാം വാർഡിലെ കോൺഗ്രസ് 273ാം ബൂത്ത് കമ്മിറ്റി. ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയോടെയാണ് അനുസ്മരണം നടത്തിയത്. വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് പ്രകാശൻ, പ്രദീപ് വലിയങ്കോട്ട്, KR മണികണ്ഠൻ, BN ഹരിദാസ്, രാജൻ, അബു പാലിയത്താഴത്ത്, രതീഷ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 3ാം അനുസ്മരണ വാർഷിക ദിനം പെരിങ്ങോട്ടുകരയിൽ സംഘടിപ്പിച്ചു. കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റിയാണ് അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചത്. കോൺഗ്രസ് താന്നി മണ്ഡലം കമ്മിറ്റി ഓഫീസിലായിരുന്നു അനുസ്മരണ ചടങ്ങ്. ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രത്തിന് മുന്നിൽ പ്രവർത്തകർ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് നടന്ന അനുസ്മരണ ചടങ്ങിൽ കോൺഗ്രസ് താന്നി മണ്ഡലം പ്രസിഡന്റ് ആന്റോ തൊറയൻ അധ്യക്ഷനായി. CMP ജില്ലാ കമ്മിറ്റി അംഗം PB രമേശ്, കോൺഗ്രസ് നേതാക്കളായ MB സജീവൻ, രാമൻ നമ്പൂതിരി, MK ചന്ദ്രൻ, ഹബീബുള്ള, EM ബഷീർ, KN വേണുഗോപാൽ, പ്രമോദ് കണിമംഗലത്ത്, റഷീദ് താന്യം, ഷിബിത സലീഷ്, ബെന്നി തട്ടിൽ, ഗോപാലകൃഷ്ണൻ, പോൾ പുലിക്കോട്ടിൽ, ഷിഹാബ് താന്യം എന്നിവർ സംസാരിച്ചു. കർക്കിടക മാസത്തിന്റെ ഭാഗമായി സൗജന്യ കർക്കിടക കഞ്ഞി വിതരണത്തിന് തുടക്കം കുറിച്ച് വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിലെ വയോജന സംഘമായ മുതിർന്ന മുത്തുകൾ. കർക്കിടക മാസം 1-ന് ആരംഭിച്ച സൗജന്യ കർക്കിടക കഞ്ഞി വിതരണം 7-ാം തീയതി വരെ തുടരും.
കഴിഞ്ഞ വർഷത്തെ പോലെ ഇത്തവണയും തുടർച്ചയായ 7 ദിവസമാണ് സൌജന്യ കർക്കിടക കഞ്ഞി വിതരണം നടക്കുക. മുതിർന്ന മുത്തുകൾ ഭവനത്തിലാണ് കർക്കിടക കഞ്ഞി വിതരണം ചെയ്യുന്നത്. വെള്ളിയാഴ്ച നടന്ന ചടങ്ങിൽ ഡോക്ടർ അർജുൻ സൌജന്യ കർക്കിടക കഞ്ഞി വിതരണം ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന മുത്തുകൾ പ്രസിഡന്റ് PN ശാന്തമ്മ, സെക്രട്ടറി വോഗീസ് ശ്രീനാഥ് എന്നിവർ സംസാരിച്ചു. ആദ്യ ദിവസം 300ഓളം പേർക്കാണ് സൌജന്യമായി കർക്കിടക കഞ്ഞി വിതരണം ചെയ്തത്. നന്ദികര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളും മെഡിമിക്സ് ആയുർവേദിക് ഗ്രൂപ്പും സംയുക്തമായി തൂഫാൻ ഹണ്ട് സംഘടിപ്പിച്ചു. ലഹരി വിമുക്ത സമൂഹത്തിനായി ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ എന്ന പേരിലാണ് തൂഫാൻ ഹണ്ട് ഒരുക്കിയത്. സ്കൂളിൽ നടന്ന തൂഫാൻ ഹണ്ട് പറപ്പുക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിവേകാനന്ദ ട്രസ്റ്റ് സെക്രട്ടറി KS സുഗേഷ് അധ്യക്ഷത വഹിച്ചു. AVA ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ AV അനൂപ് മുഖ്യാതിഥിയായി. സംസ്ഥാന സർക്കാർ നടത്തുന്ന ലഹരി വിമുക്ത പ്രവർത്തനങ്ങൾ പുതുക്കാട് SI ഋഷി പ്രസാദ് കുട്ടികളോട് വിശദീകരിച്ചു. സ്കൂൾ മാനേജർ C രാഗേഷ്, പ്രിൻസിപ്പൽ KR വിജയലക്ഷ്മി, വിവേകാനന്ദ ട്രസ്റ്റ് ജോയിന്റ് സെക്രട്ടറി മോഹനൻ വടക്കേടത്ത്, രജത് നാരായണൻ, K രവീന്ദ്രൻ, ഷാജു കളരിക്കൽ എന്നിവർ സംസാരിച്ചു. ലഹരിവിരുദ്ധ സന്ദേശവുമായി AVA പ്രൊഡക്ഷൻസ് ഒരുക്കിയ അനന്തതയിലേക്ക് എന്ന ഹ്രസ്വചിത്ര പ്രദർശനം കുട്ടികൾക്ക് വേറിട്ട അനുഭവമാണ് സമ്മാനിച്ചത്. ലഹരിയുടെ കയർ എന്ന ലഹരിവിരുദ്ധ ബോധവൽക്കരണ നാടകത്തെ പ്രശംസിച്ച് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്കാര സാഹിതി നാട്ടിക നിയോജക മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ തൃശൂർ ടൗൺ ഹാളിലായിരുന്നു നാടകാവതരണം. കുറച്ച് നാളായി ഇവൻ ഞങ്ങളുടെ ലിസ്റ്റിൽ പെട്ടിട്ട് ഞങ്ങളുടെ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് വന്നതാ. ഇവനെ ഞങ്ങൾ കൊണ്ടുപോവാ. തൃശൂർ കോർപ്പറേഷനും സംസ്കാര സാഹിതി തൃശൂർ ജില്ലാ കമ്മിറ്റിയും സംയുക്തമായാണ് തൂഫാൻ 2ാംഘട്ട സാംസ്കാരിക സംരംഭത്തിന്റെ ഭാഗമായി ലഹരിയുടെ കയർ എന്ന നാടകം അവതരിപ്പിച്ചത്. നാടകാവതരണത്തിന് ശേഷം ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല അഭിനേതാക്കളെയും അണിയറ പ്രവർത്തകരെയും അഭിനന്ദനം അറിയിക്കുകയായിരുന്നു. ഇന്നത്തെ സമൂഹത്തിന് അത്യന്താപേക്ഷിതമായ ശക്തമായ സന്ദേശമാണ് നാടകം നൽകുന്നതെന്ന് മന്ത്രി പറഞ്ഞു. കേരളത്തിലെ സ്കൂളുകളിലും കോളേജുകളിലും നാടകം അവതരിപ്പിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ലഹരിയുടെ ദുരന്തഫലങ്ങളും അതിനെതിരെ സമൂഹം ഒന്നിക്കേണ്ടതിന്റെ ആവശ്യകതയും പ്രമേയമാക്കിയ നാടകം പ്രേക്ഷകരെ ഏറെയാണ് ആകർഷിച്ചത്. പ്രസാദ് കിഴക്കൂട്ടാണ് നാടകം സംവിധാനം ചെയ്തത്. രചന നിർവഹിച്ചത് രഞ്ജിത്ത് ശിവ. മാധ്യമപ്രവർത്തകൻ ജോബി ജോൺ, ശ്രീലത ഗോവിന്ദ്, പ്രസാദ് കിഴക്കൂട്ട്, ഷാജി ആദം, സനി വല്ലച്ചിറ, അവനിക അജിത്ത്, അമിത് അനേഘ, ഷനിൽ പെരുവനം എന്നിവരാണ് അഭിനേതാക്കൾ. തളിക്കുളം തമ്പാൻ കടവിൽ കടലിൽ കുളിക്കുന്നതിനിടെ തിരയിൽപ്പെട്ട് വിദ്യാർത്ഥിയെ കാണാതായി. തൃത്തല്ലൂർ കമല നെഹ്റു മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി നാദൃഷയാണ് കാണാതായത്. തളിക്കുളം 10ാം കല്ലിന് പടിഞ്ഞാറ് വാടക വീട്ടിൽ താമസിക്കുന്ന വാലിപ്പറമ്പിൽ വീട്ടിൽ സലീം ഹലീമ ദമ്പതികളുടെ മകനാണ് കാണാതായ നാദൃഷ. തളിക്കുളം തമ്പാൻ കടവിൽ കൂട്ടുകാരുമൊത്ത് കടലിൽ കുളിക്കുന്നതിനിടയിലാണ് തിരയിൽപ്പെട്ട് നാദൃഷയെ കാണാതായത്. കുട്ടിയെ കണ്ടെത്താൻ തെരച്ചിൽ തുടരുകയാണ്. കുടുംബത്തിനെതിരെ മന്ത്രവാദം ചെയ്തെന്ന് ആരോപിച്ച് വയോധികയായ അമ്മയെ ആക്രമിച്ച കേസിൽ മകൻ അറസ്റ്റിൽ. ഏങ്ങടിയൂർ ചേറ്റുവ സ്വദേശി മനോജാണ് അമ്മ തുളസിയെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായത്. ഇക്കഴിഞ്ഞ 6 രാത്രി 10 മണിയോടെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. മനോജിന്റെ കുടുംബത്തിലുണ്ടായ ദുരിതങ്ങൾക്ക് കാരണം അമ്മ തുളസി നടത്തിയ മന്ത്രവാദമാണെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം. ചേറ്റുവയിലെ തറവാട് വീട്ടിൽ കസേരയിലിരിക്കുകയായിരുന്ന തുളസിയെ പ്രതി വലിച്ചു താഴെയിട്ടു. തുടർന്ന് കൈകാലുകൾ ഉപയോഗിച്ച് ആക്രമിച്ച പ്രതി അമ്മയുടെ ഇടത് കൈ ഒടിക്കുകയും കൈവശം കരുതിയ കത്തികൊണ്ട് കഴുത്തിൽ കുത്താൻ ശ്രമിക്കുകയും ചെയ്തു. പിടിയിലായ മനോജ് കഴിഞ്ഞ വർഷം വീട്ടിൽ വെച്ച് ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലും 2024 വാർഡ് മെമ്പറെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലും പ്രതിയാണ്. വാടാനപ്പള്ളി SI ലാൻസൺ, ASI കാജ ഹുസൈൻ, ഗ്രേഡ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ മഹേഷ്, സിവിൽ പോലീസ് ഓഫീസർ റിഷാദ് എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. വധശ്രമം ചുമത്തി അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 13,135 രൂപ, പവന് 1,05,080 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 3ാം അനുസ്മരണവുമായി ചേർപ്പ് മേഖലയിൽ കോൺഗ്രസ് പ്രവർത്തകർ. വിവിധ മണ്ഡലം കമ്മിറ്റികളാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്.
കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചേർപ്പ് യൂണിറ്റ് യൂത്ത് വിംഗിന്റെ ആഭിമുഖ്യത്തിൽ ഫ്ലഡ് ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിച്ചു. പ്രദീപിന്റെ സ്മരണയിൽ ചേർപ്പ് മഹാത്മാ മൈതാനിയിലായിരുന്നു ഷൂട്ടൌട്ട് മത്സരം. ഇരിങ്ങാലക്കുട ITU അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൽ നിക്ഷേപകരുടെ പ്രതിഷേധം. കൈക്കുഞ്ഞുങ്ങളായി എത്തിയവരും വയോധികരും ഉൾപ്പെടെ നൂറുകണക്കിന് നിക്ഷേപകരാണ് പ്രതിഷേധവുമായി എത്തിയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.